രാത്രിയാണ് ഇവിടെ നിന്നും 2 വയസ്സുകാരിയായ എന്ന കുട്ടിയെ കാണാതാകുന്നത്. ഉറങ്ങാൻ കിടന്ന സമയത്ത് എടുത്തുകൊണ്ട് പോയതാണ്. അവർക്കറിയില്ല, കുട്ടി നിലവിളിച്ചൊന്നും ഇല്ല. വേറൊരു അഭിപ്രായം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ദിവസമായി ഒരു സ്ത്രീ അവിടെ നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇവിടെ നിന്നും 2 വയസ്സുകാരിയായ എന്ന കുട്ടിയെ കാണാതാകുന്നത്. നമ്മളിപ്പോൾ ആ സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ കുട്ടി ഇവിടെ നിന്നുമാണ് കാണാതായത്. നാടോടി വിഭാഗത്തിൽ പെട്ടവരാണ് ഇവർ. ഏകദേശം 10 പേരാണ് ഇവിടെ താമസിക്കുന്നത്. 10 ദിവസമായി ഇവിടെ ഇവർ താമസിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിയുടെ മുത്തശ്ശി ഇവിടെയുണ്ട്. അവരുടെ ഭാഷയിൽ അവർ ഇവിടെ CWC ഭാരവാഹികളോടാണ് എന്ന് തോന്നുന്നു. അവർ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇവരുടെ പേര് ബാലാവകാശ കമ്മീഷൻ പ്രവർത്തകരാണ് ഇവർ. ഈ മുത്തശ്ശിയുടെ പേര് ഗജനി എന്നാണ്. ഈ 2 വയസ്സുകാരിയായ മുത്തശ്ശിയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം തന്നെ ഈ സ്ഥലം സന്ദർശിച്ചു വരികയാണ്. ഈ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുകയാണ്. എന്തായാലും കുറേ മണിക്കൂറുകളായി കുട്ടിയെ കാണാതായിട്ട് ഇതുവരെയും ഒരു വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ മേരി എന്ന 2 വയസ്സുകാരിയെ കാണാതാകുന്നത്. എന്തായാലും ഇവർ ഇവിടെ 10 ദിവസമായി ഇവിടെ താമസിക്കുന്നു. തേൻ ബിസിനസ്സാണ് നടത്തുന്നത് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം. 12 മണിക്ക് ഒരു കുട്ടി ഉറങ്ങാൻ കിടന്ന സമയത്ത് എടുത്തുകൊണ്ട് പോയതാണ്. അവർക്കറിയില്ല, കുട്ടി നിലവിളിച്ചൊന്നും ഇല്ല. അപ്പം അവർക്കറിയില്ല ആരാണ് എടുത്തതെന്ന് അവർക്കറിയില്ല. അതാണ്, അവർക്ക് ഹിന്ദി അറിയാവുള്ളൂ, വേറെ ഭാഷയൊന്നും മലയാളവും ഒന്നും അറിയത്തില്ല. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും കുട്ടിയെ തിരിച്ച് കിട്ടണം എന്നുള്ളതാണ് അവരുടെ. തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. എന്താ, ഈ കുട്ടിക്ക് 2 സഹോദരന്മാരുണ്ടെന്ന് പറയുന്നു. 3 സഹോദരന്മാരുണ്ട്. ഇത് ഇളയ കുട്ടി 2 വയസ്സാണ്. ഇവർ അത് പറഞ്ഞില്ല, പക്ഷേ അവർ 20 വർഷമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ വന്നതാണെന്ന് പറയുന്നുണ്ട്. ജോലിക്കായിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ എന്ത് തരം ജോലിയാണെന്നുള്ളത് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല. 20 साल है इधर आता है. तुम क्या काम करता है इधर? तुम आर्ट बिल्डिंग लगा रहता तुम्हारा लड़का लो पोता लो बेटा. 20 साल में तुम इधर काम करता है. ബിൽഡിങ്ങിൻ്റെ ജോലികളാണ് ചെയ്യുന്നത്. 20 വർഷമായിട്ട് കേരളത്തിൽ വന്ന്. കുറച്ച് ബീഹാറിയാണ് അവർ സംസാരിക്കുന്നത്. എന്തായാലും ഇവർ മുത്തശ്ശി സംസാരിച്ചിരിക്കുന്നത് ബാലാവകാശ കമ്മീഷൻ പ്രവർത്തകരോടാണ് സംസാരിച്ചിരിക്കുന്നത്. അവർ ഇവിടെ ബിൽഡിങ്ങിൻ്റെ പണിയുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത് എന്നാണ് ബാലാവകാശ കമ്മീഷൻ അധികൃതരോട് ഇവർ പറഞ്ഞിരിക്കുന്നത്. 20 വർഷത്തോളമായി കേരളത്തിൽ ഇവർ ഉണ്ട് എന്നും ഈ മുത്തശ്ശി 2 വയസ്സുകാരിയുടെ മുത്തശ്ശി ബാലാവകാശ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CWCയുടെ ശ്രദ്ധ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം CWCയുടെ ശ്രദ്ധയിൽ ഇന്ന് രാവിലെ ന്യൂസ് കാണുന്നത് വരെ പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം.
CWCയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ CWCയുടെ 1098 എന്ന സംവിധാനത്തിലേക്ക് വിളിച്ച് പറയുന്ന കുട്ടികളെ ബെഗ് ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു എന്നുള്ള ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾ അതിനകത്ത് ഇടപെടാറുണ്ട്. കുട്ടികളെ ഞങ്ങൾ സംരക്ഷിക്കാറുണ്ട്. കുട്ടികളെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ സംരക്ഷണ സ്ഥാപനങ്ങളിൽ നിർത്താറുണ്ട്. അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇപ്പോൾ ഇങ്ങനൊരു കുഞ്ഞിനെ കാണാതായിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത വളരെ ഞെട്ടിക്കുന്നത് തന്നെയാണ്, വളരെ ദുഃഖകരമാണ്. ഇതിനി മേലിൽ ഉണ്ടാകാൻ പാടില്ല എന്നുമുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന ജനത്തിനറിയില്ലെങ്കിലും നമ്മുടെ പബ്ലിക് നിർബന്ധമായും അറിയേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ കണ്ടാൽ അപ്പോൾ തന്നെ നമ്മൾ മിനിസ്റ്റർ വരുന്നുണ്ട്, അപ്പോൾ തന്നെ നമ്മൾ ഈ കുട്ടികളെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്തു കൊടുക്കാനായിട്ട് നമ്മൾ സന്നദ്ധരാകണം എന്നുള്ളതിന് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ കുട്ടികളെ ഈ നിമിഷം തന്നെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ കുട്ടികളെ ഈ നിമിഷം തന്നെ നമുക്ക് ആവശ്യം പോലെ ഷെൽട്ടർ ഹോംസ് ഉണ്ട്. ആ ഷെൽട്ടർ ഹോംസിൽ ഇതിപ്പോൾ പബ്ലിക് അറിഞ്ഞിട്ട് വേണം ഇവരോട് പറയാൻ, നിങ്ങൾ ഇവിടെ അല്ല നിർത്തേണ്ടത്, നിങ്ങൾ കൊണ്ടുപോകേണ്ടത് CWCയിലേക്കാണ്. അവിടെ പോയി ആ കുട്ടികൾക്ക് ഇവർ എത്ര നാൾ കഴിഞ്ഞു പോകുന്നു അത്രയും നാൾ നമ്മൾ സംരക്ഷിക്കും. അതിനുള്ള എല്ലാ സംവിധാനവും നമുക്കുണ്ട്. ഇപ്പോൾ VS ശിവകുമാർ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കാണാതായി എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലത്ത് VS ശിവകുമാർ സന്ദർശിക്കുകയാണ്. കുട്ടിയുടെ മുത്തശ്ശിയുമായി സംസാരിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. ഇതിപ്പോൾ ഞാൻ പേട്ട പോലീസ് സ്റ്റേഷനിൽ അവിടെ DCP ആയിട്ടും മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചു. അവർ തന്നെയാണ് പറയുന്നത്, രാത്രി കുട്ടിയെ 2-2:30 മണിയോടുകൂടി കാണാതായ സമയത്ത് തന്നെ ഈ റോഡിലെ ഒരു യാത്രക്കാർ ഇവിടുത്തെ ബഹളം കേട്ട് ഇറങ്ങി അവർ എന്നെ വിളിച്ചു പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് അടിയന്തരമായിട്ട് പോലീസ് ഊർജിതമായി കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കും. ഇവിടെയൊക്കെ CCTVയും കാര്യങ്ങളുമൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അതനുസരിച്ചിട്ട് വളരെ അടിയന്തരമായി കുട്ടിയെ കണ്ടെത്തുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ പോലീസ് കൂടുതൽ ഊർജിതമായിട്ട് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് കുട്ടിയെ കണ്ടെത്തണം. അതിനുപരിയായി ഇവിടെ ഈ കുട്ടിയുടെ രക്ഷകർത്താക്കൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. അവർ 2 പേരും ഉണ്ട്. അവരിത് തട്ടിക്കൊണ്ട് പോയ സമയത്ത് അവരറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ആരോ കുട്ടിയെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളിങ്ങനെ ഇരിക്കുന്നത്. ഇവരുടെ ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ആളുകളുമായിട്ട് ഇപ്പോൾ സംസാരിച്ചു. കുട്ടികളെ അവർ സംരക്ഷിക്കുന്നതിന് തയ്യാറെന്നാണ് പറയുന്നത്. പുറത്തുള്ള കുട്ടികളായിരുന്നാലും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് തയ്യാറാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പോൾ കുട്ടികളെ സംരക്ഷിക്കുന്ന കാര്യം രണ്ടാമത്തെ പ്രശ്നമാണ്, നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കണം. ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ വളരെ താല്പര്യമെടുത്തുകൊണ്ട് പോലീസ് വളരെ താല്പര്യത്തോടു കൂടി അടിയന്തരമായി കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണം ഊർജിതമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നിലധികം കുട്ടികൾ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾ ഇത്തരത്തിലുള്ളൊരു സുരക്ഷയിൽ താമസിച്ചാൽ മതിയോ? കുറച്ചും കൂടെ കുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ, സുരക്ഷിതത്വം കുറച്ചും കൂടെ വേണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ എന്തായാലും കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടുമെന്നുള്ളത് നമ്മൾ സർക്കാരിനോട് ഇതിന് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും ശുപാർശയും ചെയ്യും. കാര്യം ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ഈ കുട്ടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ശുപാർശ കൊടുക്കുന്നതാണ് സർക്കാരിലേക്ക്. കാര്യം ഈ പറഞ്ഞ പോലെ ഇവർ ഇത്രയും ഓപ്പണായിട്ടാണ് കിടക്കുന്നത്. അപ്പം കുറച്ചും കൂടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ സുരക്ഷിതത്വം വേണം എന്നുള്ളത് തന്നെയാണ് കമ്മീഷൻ്റെ നിലപാട്. പിന്നെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇവരൊരിക്കലും എന്തെല്ലാം എത്ര ഇടപെടലും നമ്മൾ നടത്തുമ്പോഴും ഇവർ ഒരു അന്യസംസ്ഥാനമായതുകൊണ്ട് ഒരിക്കലും അവർ കുട്ടികളെ വിട്ടുതരില്ല. പല അനുഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഒരിക്കലും ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിൽ കിടക്കരുതെന്ന് തന്നെയാണ് കമ്മീഷൻ്റെയും അതുപോലെ CWC ഒക്കെ തന്നെ അത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ ഒരു സിമിലർ കേസുമല്ല, ഇതുപോലുള്ള സിമിലർ കേസുകളിൽ പലപ്പോഴും ഇവർ വിട്ടുതരില്ല നമുക്ക് കുട്ടിയെ. അവരെത്ര ഞങ്ങളുടെ കൂടെ കിടക്കണം. അതിനകത്ത് ഒരു സംഭവം ഉള്ളത് കാര്യം ഏറ്റവും ഹൈക്കോടതി തന്നെ പല ഇതിലും വിധിന്യായത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഏറ്റവും സുരക്ഷിതത്വം കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ തന്നെയാണ് കിടക്കേണ്ടതെന്നാണ്. കാര്യം അത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് കുട്ടിയുടെ അമ്മയും അച്ഛനും അമ്മൂമ്മയൊക്കെ ഉള്ള സമയത്ത് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം അവിടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ അവരിൽ നിന്ന് പിടിച്ച് പറിച്ച് മാറ്റുക എന്ന് പറയുന്നത് ശരിക്കും ശരിയായ ഒരു രീതിയല്ല. പക്ഷേ അവർക്ക് വേണ്ട ഒരു പ്രൊട്ടക്ഷൻ, ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് അവർ വന്ന് താമസിച്ച് നമുക്ക് വേണ്ടി ജോലികൾ ചെയ്യണം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചും കൂടെ ആ ഒരു രീതിയിലൊരു കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അത് നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായി ചെയ്തു കൊടുക്കുന്നത് തന്നെയാണ്. എന്തായാലും ഇതിപ്പം നമ്മുടെ
മുമ്പിൽ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ഇങ്ങനെ കിടക്കുന്നതായിട്ടും അതുപോലെ ഇവർക്കൊരു പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. അതുപോലുള്ള ഒരുപാട് നാടോടികളായ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം അങ്ങനെയൊന്നുമല്ല. നമ്മൾ അതായത് ഇങ്ങനെ സംഭവം ഉണ്ടാകും മാത്രമല്ല, അല്ലാതെ തന്നെ ഇഷ്ടം പോലെ നമ്മൾ ഇതുപോലെ തന്നെയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഇരുന്ന സമയത്തും ഇത്തരം കുട്ടികളെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ അവരുടെ അച്ഛനും അമ്മയും ആയതുകൊണ്ടാണ് അവരിലേക്ക് കൊടുക്കുന്നത്. പക്ഷേ അല്ലാതെ തന്നെ സർക്കാർ എല്ലാ സമയത്തും ഇവരെ നമ്മളെ ഗസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക നിയമങ്ങളും അതുപോലെ ഇവർക്ക് വേണ്ടി സംവിധാനങ്ങളും സുരക്ഷിതത്വം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു സംസ്ഥാനത്തും കേരളത്തിലല്ലാതെ വേറെ ഒരു സ്ഥലത്തും ഇത്രയും നന്നായിട്ട് കൊടുത്തിട്ടേ ഇല്ല. അപ്പം ഒരിക്കലും അങ്ങനെ കൺസിഡർ ചെയ്യരുത്. കാര്യം നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ചില സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. അപ്പം അത് എന്തുകൊണ്ടാണെന്നുള്ളത് പരിശോധിച്ച് പോലീസിനോട് പരിശോധിച്ചിട്ട് ഇത് എങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഈ അതിഥി തൊഴിലാളികളുടെ കുട്ടികളെ അംഗനവാടിയിൽ വിടുന്ന കാര്യത്തിലും ഇവരുടെ ഭാഷ അനുസരിച്ച് തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ വരെ വെച്ചിട്ടുണ്ട് അംഗനവാടി തലത്തിലും പോലും. അങ്ങനെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ മാതൃകാപരമായി കേരളം ഇവരെ സ്വീകരിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ട് സംഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കൂട്ടായിട്ട് ബാലാവകാശ കമ്മീഷൻ അതിൻ്റെ മുന്നിലുണ്ടാവും. തീർച്ചയായിട്ടും അത് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. 2 വയസ്സുകാരിയുടെ മുത്തശ്ശിയെയും മറ്റൊരു ബന്ധുവിനെയും ഇപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മൊഴിയെടുക്കുവാനായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്ല, ഇത് നമ്മളിവിടെ എത്ര വർഷം കൊണ്ട് ഇവരൊക്കെ നമ്മളിവിടെ ടെൻഡർ പിടിച്ച എത്രയോ ആൾക്കാർ ഇവിടെ നിന്ന് കിടക്കണതാണ്. അവരൊന്നും അങ്ങനെ ഒരു കംപ്ലയിൻറ്റും ഇല്ല. ഇതുവരെയ്ക്ക് ചരിത്രത്തിൽ ഞാൻ തന്നെ നമ്മൾ ഞെട്ടിപ്പോയി. നമ്മളെ സ്ഥലത്തു നിന്ന് ഒരു കുഞ്ഞിനെ അടിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞു വാലാവന്മാരെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കൊരു വിഷമമില്ലേ? അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു വിഷമം. എനിക്ക് വേറൊരു അഭിപ്രായം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഈ ആവശ്യമില്ലാത്ത ആൾക്കാർ അത്ര അവിടെ കിടക്കുകയാണ്. ഞാൻ ഒരു ദിവസം സവാരി പോയപ്പോഴത്തേക്ക് ഞാൻ 2-3 ദിവസമായി ഒരു സ്ത്രീ അവിടെ ഈ കഞ്ചാവും വെള്ളമറ്റൊക്കെ നിൽക്കുകയായിരുന്നു. നമ്മൾ വഞ്ചൂര് ഉപ്പനാട് പാലത്തിൻ്റെ അവിടെ നിന്ന് സവാരി കയറി. ഞാൻ അങ്ങനെ മീറ്റർ അടിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ചെന്ന് സവാരി ഇറങ്ങി. ഇവള് നേരെ അവിടെ ചെന്ന് അങ്ങ് ഇറങ്ങി. ഇവള് ഒരു പൈസ തരുമില്ല. അപ്പോൾ അവിടെയുള്ള പോലീസുകാരൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് എനിക്ക് പോകണം. ഇവള് സംഭവം പിന്നെ അവൾ പറയണമെന്ന് വെച്ചാൽ അവൾ ചെരുപ്പൂത്തിയാണ്. അവിടെ പ്ലാറ്റ്ഫോമിലിരുന്ന് ചെരുപ്പൂത്തി കൊണ്ടിരുന്നതാണെന്നാണ് പറയണത്. അവിടെ നിന്ന് കളഞ്ഞിട്ട് വീണ്ടും അവിടെ തന്നെ ഈ ടെൻഡർ പിടിച്ച് അവിടെ കിടക്കുകയാണ്. അല്ല, ഇങ്ങനെയുള്ളതിനൊക്കെ എനിക്ക് ഭയങ്കര സംശയങ്ങളാണ്. ഇതിൻ്റെ കൂടെ ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് സംശയം. ഇവരതായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. അവൾ മലയാളി തന്നെ. അവൾ അവിടെ കിടന്ന് ഭയങ്കര തെറി വിളിയും. എത്ര കാലമായി നിങ്ങൾ കാണുന്നത്? ഇവർ ഞാൻ എങ്ങനെ ആയാലും നമ്മളെ ഒരു പൊടിയിൽ നിന്ന് നമ്മളൊക്കെ കാണുന്നതാണ്. ഇവിടെ എത്രയും വർഷം കൊണ്ട് ഇവിടെ ഈ ടെൻഡർ ഇവിടെ ഇങ്ങനെ ആൾക്കാർ വന്ന് ഈ സീസൺ ആവാൻ നേരത്ത് ഈ സീസൺ ആവാൻ നേരത്ത് മെനിങ്ങാന്ന് ഒരു ആറ്റുവാൽ ഇവിടെ ഒരു സവാരി കൊണ്ട് ഇതാണ് ഒട്ടത്തെ ആളെ കൊണ്ട് അവിടെ വിട്ടതേ ഉള്ളൂ. ആറ്റുവാൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ? മറ്റേ ഈ മാലയും കമ്മലും ഒക്കെ നമ്മളെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ ഇത് ചെയ്യണില്ലേ? അവിടെ അതാണൊക്കെ തന്നെ. ഇതിൻ്റെ കൂട്ടത്തിലുള്ള തന്നെ വേറെ നമ്മളെ ഇവിടെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അത് മെഡിക്കൽ കോളേജിൻ്റെ ബാക്ക് സൈഡിൽ അവിടെ ഇതാണൊക്കെ ആൾക്കാർ. ഈ കുട്ടിയെ ചേട്ടൻ ഈ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല, അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ ഈ ന്യൂസ് ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ന്യൂസ് കണ്ടാണ്. ന്യൂസ് കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പോൾ അസ്ത്രം വിട്ടണൊക്കെ വാടിയതാണെന്ന്. അല്ല, ഇത്രയും ദിവസത്തിൽ അങ്ങനെ ഇതുവരെയ്ക്കും അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല ഇത്ര വർഷത്തിനകത്ത്. ഇതിന് ആദ്യമായിട്ട് നമ്മളിങ്ങനെ കേൾക്കുകയാണത്. ഇങ്ങനെ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നത് ഇവർ തേൻ ബിസിനസ്സിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നത് എന്നാണ്. എന്നാൽ ബാലാവകാശ കമ്മീഷൻ കുട്ടിയുടെ മുത്തശ്ശിയോട് സംസാരിച്ചതിൽ നിന്നും മനസ്സിലാകുന്നത് ഇവർ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലിക്കാണ് ഇവിടെ എത്തിച്ചേർന്നത് എന്നാണ്. ഇവർ എന്തായാലും വലിയ സങ്കടത്തിലാണുള്ളത്. ഈ കുട്ടിയുടെ 2 വയസ്സുകാരിയുടെ കുടുംബം ഇപ്പോൾ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള കുടുംബം ഇപ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഈ മുത്തശ്ശി അലറി വിളിച്ചുകൊണ്ട് കരയുകയാണ്. എൻ്റെ കുട്ടി എവിടെ? എൻ്റെ കുട്ടിയെ വേണം എന്നാണ് ഇവർ പറയുന്നത്. ഇവരും മറ്റൊരു ബന്ധുവുമാണ് ഇപ്പോൾ ഈ സ്ഥലത്ത് ഉള്ളത്, ഈ സംഭവ സ്ഥലത്തുള്ളത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.